ഞാനത് വന്നേക്കും ഹലോ ആരും ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നു വന്നോ ഇരിക്കും. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പോൾ എക്കോ നോക്കണം. ലോകമെമ്പാടുമുള്ള മലയാള പ്രേക്ഷകർക്ക് കോമയുടെ വാലന്റൈൻസ് ഫാമിലി ലൈനിലേക്ക് സ്വാഗതം. ഇങ്ങോട്ടേക്ക് വന്നതിന് മറ്റൊരു സ്വാഗതം. പ്രണയം, വാലന്റൈൻസ് ആൻഡ് പ്രണയം. പ്രണയം നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ അത് എപ്പോൾ പ്രപ്പോസ് ചെയ്തു, ആരോടാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ഫസ്റ്റ് ഒരു ചോദ്യം മനസ്സിലോട്ടേക്ക് വരുന്നത്. അപ്പൊ പ്രണയത്തിൽ എപ്പോഴും ഒരു കൂട്ട് അതിന്റെ കൂടെ ഉണ്ടാവും. പ്രണയം ഒറ്റക്ക് ഒരു വേറായിട്ട് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യം ഞാൻ നമ്മുടെ സിന്ധുചേച്ചിയോട് പറഞ്ഞു. സിന്ധുചേച്ചിയോട് ചോദിച്ചോളെ ആര് വേണം കൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റുക. ഞാൻ എനിക്കല്ല വലിയ അധികാരമൊന്നും ഇല്ല. ഇത്രയും ആളുകളുണ്ട്, ഇതൊക്കെ മതി കൂടെ ചെയ്യാൻ വേണ്ടി. സിന്ധുചേച്ചിയോട് പറഞ്ഞു ശരി, ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ മുമ്പ് നമ്മുടെ ക്രിസ്ത്യാനി പഠിക്കുമ്പോൾ അവരുടെ ഗേൾസിന്റെ യൂണിഫോം ഇതുവരെ വരും. ഉണ്ടോ അതാണ് ഈ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് അധികം വലിയ ബന്ധമില്ല. പക്ഷെ കഥയൊക്കെ വായിക്കുന്ന മലയാള ഭാഷയിൽ വളരെ ഭംഗിയിൽ മലയാള ഗ്രാമീണ ശൈലിയിൽ അല്ലാതെ ജീൻസിനെ കുറിച്ചും ഷോർട്സിനെ കുറിച്ചും ഒരു കാര്യം ഇവിടെ ഭാവിക്കില്ല. Can you hear me? So it's very noisy. Can we have everyone inside and can we have some quiet please? Okay. Once again, welcome. എല്ലാവരും ഒരു സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ let's start with the first program of the day. അപ്പോൾ ഈ പ്രണയം കേൾക്കുമ്പോൾ രോഹിതിന്റെ മുഖമൊക്കെ കണ്ടിട്ടുണ്ടോ? എനിക്ക് വയ്യ. എന്തോ പ്രണയം പറഞ്ഞാൽ എന്താണെന്ന് എന്റെ മനസ്സിലായി. ഈ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയത്തിന് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. എന്തിനും പ്രണയത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ളത് ഹൃദയമാണ്. അത് പാടിയിട്ടുണ്ട്. ഹൃദയം
കൊണ്ടെഴുതിയ കവിത പ്രണയാമൃതം അതിഭാഷ. അപ്പൊ പ്രണയവും ഹൃദയമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഫെൽ. വെരി ടച്ചിങ് രോഹിത്. ഞാനത് ഹാർട്ട് ടച്ചിങ് ഇനി അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ചോദ്യം, ഈ ഹാർട്ട് ടച്ചിങ് ഹൃദയ സ്പർശി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ഹൃദയ സ്പർശിയായിട്ട് തോന്നിയത് എന്ത് കാര്യം പറഞ്ഞതാണ്? ഇത് എന്നോട് തന്നെ ചോദിച്ചിട്ടില്ല. ഞാൻ I don't know what to say. When I think back, all I can think is the moment I felt really happy was when Binoy gave me his credit card and said, "Go ahead, you can do all the shopping you want in the world. I will never ask you a question." അതെ, എനിക്ക് മാത്രമേ ഹാർട്ട് ഫെയിലായിട്ട് തോന്നിയിട്ടുള്ളൂ, ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബിനോയ് അതിനുശേഷം ഹാർട്ടിനടുത്ത് കൈയ്യൊട്ടില്ല, എപ്പോഴും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. Okay, so what about you, Robert? Tell me something about you that's very touching. എനിക്ക് പ്രണയം തോന്നിയ ഒരു ഹാർട്ട് ടച്ചിങ് മൊമെന്റ്. ഓക്കെ, ഒരു ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് പിന്നെ നീത്ത് വന്നിട്ട് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യായിരുന്നു. അവള് സാധാരണ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ അവള് ദോശ ഉണ്ടാക്കുന്നത് നിർത്തി. അപ്പൊ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ദോശ നിർത്തിയിട്ട് പുട്ട് ഇഡ്ഡലി അങ്ങോട്ടേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ദോശ കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ദോശ വേണം. അപ്പോൾ ശരി, ദോശ ഉണ്ടാക്കി തരാം. അതാണ് ഈ ഒരു ദോശയാണ് ഇത്രയും ഹാർട്ട് ഫെൽറ്റ് ആയ ഒരു മൊമെന്റ് അല്ല, അതിന്റെ കൂടെ അവരൊരു കണ്ടീഷൻ കൂടി വെച്ചു. ദോശ ഉണ്ടാക്കി തരാം, പക്ഷെ മനുഷ്യന്മാരെ കഴിക്കുന്നത് 2ഉം 3ഉം കഴിക്കണം, 8ഉം 10ഉം കഴിക്കാൻ പറ്റില്ല. ഉണ്ടാക്കി തരാൻ പറ്റില്ല. നമ്മൾ ഹൃദയത്തിൽ തുടങ്ങാം. Let's do the program. Pass the heart. All right, pass the heart. അപ്പോൾ അതിന്